കഴിഞ്ഞ മാസം എനിക്ക് അസുഖങ്ങളുടെ മാസമായിരുന്നു. അതിൻ്റെ പരിസമാപ്തിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവസാനം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഒന്നുമില്ല, വീട് അന്ന് അടിച്ചു വാരിയതാണ്. അപ്പോഴത്തേക്കും ഞാൻ മാസ്ക് വെക്കാതെ, വലിയ ആൾ ചമഞ്ഞ് മാസ്ക് ഒന്നും വെക്കാതെ അടിച്ചു വാരി നമുക്ക് ലെങ്സിനകത്ത് പൊടിയെല്ലാം കയറി, പിന്നെ തലയിൽ തണുപ്പ് തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വന്ന് ഒരു മാസമായിട്ട് എനിക്ക് ചുമയായിരുന്നു. ചുമ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചുമയും, പിന്നെ അതിനെ സംബന്ധിച്ചിട്ട് കഫക്കെട്ടൊക്കെ വന്നു. പിന്നെ ഇൻഫെക്ഷനൊന്നും ആയില്ല, പക്ഷേ എനിക്ക് ഒരു മാസമായിട്ട് നിർത്താത്ത ചുമയായിരുന്നു. അങ്ങനെ വയ്യാണ്ടായി, ചെസ്റ്റ് പെയിനൊക്കെ ആയി. അവസാനം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പം ശരിയായി. അങ്ങനെ കുറേ നാൾ വീട്ടിലൊക്കെ തന്നെ ആയിരുന്നാണ്. അതുകൊണ്ട് വീഡിയോസൊക്കെ വളരെ കുറവായിരുന്നു. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ അതുകൊണ്ടായിരുന്നു കുറവ്. അപ്പോൾ ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്. അങ്ങനെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നില്ല. അപ്പം നമുക്ക് ലഞ്ച് പുറത്താവാമെന്ന് വെച്ചു. അങ്ങനെ ലഞ്ചിൽ നമ്മൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഷെബീസ് പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ബൊഫേ ഡിന്നറാണ്. അപ്പോൾ ഷെബീസ് പറഞ്ഞു ഇവിടുത്തെ സീ ഫുഡൊക്കെ നല്ലതാണ്, അപ്പോൾ ലഞ്ച് കഴിക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. മൗര്യ രാജധാനിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കാൻ വരുന്നത് കേട്ടോ ലഞ്ചൊക്കെ. അപ്പോൾ 2 മണിയായിപ്പോയി, 3 മണി വരെ ലഞ്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം തണുത്ത് പോകുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങൾ വരണം കേട്ടോ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ജ്യൂസ് നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ ചോറെടുത്തു. ചോറിൽ കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അവിടുത്തെ സീ ഫുഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറച്ച് ചോറേ കഴിക്കുകയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ഇത് കാണുന്ന പോലെ അല്ല. ഇച്ചിരി ചോറ് കഴിച്ചാൽ തന്നെ ഞാൻ ഇങ്ങനെയാവും. എന്നെപ്പോലെ ആരൊക്കെ ഉണ്ട് കൈ വെക്കുക കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറും തോരനും പച്ചടി കിച്ചടി മോരൊക്കെ എടുത്തു കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ, ബൊഫേ അല്ലേ, എന്നെക്കൊണ്ട് ഈ ബൊഫേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബിരിയാണി ഞാൻ എടുത്തു. കുഞ്ഞിന് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, കുഞ്ഞു കഴിക്കത്തൊന്നുമില്ല. നമുക്ക് 2 പേർക്കും, മുതിർന്നവർക്ക് മാത്രം എടുത്താൽ മതി, പൈസ കൊടുത്താൽ മതി. കാര്യം കുഞ്ഞുങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ. ഷെബീസ് എല്ലായിടത്ത് മീൻകറിയൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് കേട്ടോ. എനിക്കാണെങ്കിൽ വയറ് നിറഞ്ഞ് കവിഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ സീ ഫുഡാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗോബി മഞ്ചൂരിയൊക്കെ. എനിക്ക് വെജ്ജിൽ എനിക്ക് ഗോബി മഞ്ചൂരി നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഡെസേർട്ട് ഐറ്റംസിൽ ക്യാരമലൊക്കെ ഉണ്ടായിരുന്നു. ക്യാരമൽ കസ്റ്റേർഡോ, പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുൺ നല്ല ടേസ്റ്റ്. അപ്പോൾ മറ്റ് ഹോട്ടലിലൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കിത് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നി കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റടുത്ത് ഭയങ്കര വിലയൊക്കെ കൊടുത്ത് നമ്മൾ കഴിച്ചിട്ട് എനിക്ക് അത്രയ്ക്കൊന്നും ഇത് വന്നില്ല. ഇത് പിന്നെയും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഒരു തരയാണ്, ഒന്ന് പോയിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞു ഫോട്ടോ സെഷനാണ് ഫ്രണ്ടിൽ. എനിക്ക് അസുഖമൊന്നും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല. എന്നാലും പഴയ രീതിയിൽ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ വരും. ഇനി വ്ളോഗ്സൊക്കെ ഇടണം. പഴയ വ്ളോഗ്സൊക്കെ ഇപ്പോൾ ഇടുന്നത്, ഞാൻ പഴയത് എടുത്തു വെച്ചതൊക്കെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായതിൽ അത്രയ്ക്ക് എനിക്ക് മേലായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇപ്പം ഒരുവിധം ശരിയായി വരുന്നുണ്ട്. ഞാൻ പഴയ ഇതിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.